അപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കിട്ടിയിട്ട് നമുക്ക് ഭയങ്കര അധികം എൻക്വയറീസ് വന്നിരുന്നു. എല്ലാവരും 10 മീറ്റർ എങ്ങനെ പർച്ചേസ് ചെയ്യുക, കട്ട് ചെയ്ത് തരുമോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ 10 മീറ്റർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊരു മെറ്റീരിയലിന് 140 രൂപ തരുന്നതെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങുമ്പോൾ അതിനൊരു 25 രൂപ അല്ലെങ്കിൽ 26 രൂപയൊക്കെ എക്സ്ട്രാ കൂടും. അതുകൊണ്ടാണ് ഞാൻ 10 മീറ്റർ പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ. ഇതൊരു വൈറ്റ് മെറ്റീരിയൽ ആയിരുന്നു, കോട്ടൻ്റെ. ഇത് നമ്മൾ ഫസ്റ്റ് യെല്ലോ കളറിൽ മുക്കിയിട്ട് ഈ ഒരു ഷെയ്ഡിലാക്കിയെടുക്കണം. ഇപ്പോൾ ഇതിനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഇത് നാച്ചുറൽ കളറിൽ മുക്കിയിട്ടാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആക്കി എടുത്തിട്ടുള്ളത്. കാരണം വൈറ്റ് മെറ്റീരിയൽ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കളറ് അതിൽ പറ്റിപ്പിടിക്കില്ല. അതുകൊണ്ടാണ് ഈ മെറ്റീരിയലിനെ യെല്ലോ ആക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ ഒരു ടേബിളിൽ ഈ മെറ്റീരിയൽ വിരിച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻറ്റിംഗ് ആണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇതെല്ലാം ഇതിൽ ഫസ്റ്റ് പ്രിന്റിങ് ബ്ലോക്ക് വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു മെറ്റീരിയലിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എങ്ങനെ ചെയ്തെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് നമ്മുടെ ഇരുമ്പ് വെള്ളത്തിൽ ഒരു 20 ദിവസം മുക്കി വെച്ചിട്ട് നമ്മുടെ പുളിയുടെ കുരു പൊടിച്ചെടുത്ത പൗഡർക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതാക്കി എടുക്കും. അതും വെള്ളം കൂടി കൂട്ടിച്ചേർത്തിട്ട് അച്ച് വെച്ചിട്ട് ഇതിൽ ഫസ്റ്റ് പ്രിന്റ് ഔട്ടർ ലെയർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഫുള്ള് നാച്ചുറൽ ആണ് ഇതിൽ മൊത്തം ഉപയോഗിക്കുന്നത്. അതെ, നമ്മുടെ സാധാ ശർക്കര അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പുളിയുടെ കുരു ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ മെയിനായിട്ട് ഇതിനൊരു കറുപ്പ് ഷെയ്ഡ് കിട്ടുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. എനിക്കും ഇത് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നി. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും നാച്ചുറൽ പ്രിന്റ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് പ്രിന്റ് ഇതിൽ ചെയ്തെടുക്കുന്നത്. ഈ ഒരു വണ്ടി ഇങ്ങനെ ഉന്തി കൊണ്ടുപോയിട്ട് നമുക്കിത് കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിലൊരു വീലൊക്കെ വരുന്നുണ്ട്. ഈ അച്ച് കണ്ടോ നിങ്ങൾ, ഈ അച്ചിൽ നമ്മൾ നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇതൊരു നാച്ചുറൽ യെല്ലോ കളറാണ്. ഇതും നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ ഈ കാണുന്ന ഡിസൈനാണ് ഈ ഒരു യെല്ലോ വരുന്നത്. ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ കൊടുക്കും. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ അതിൽ എക്സ്പേർട്ട് അല്ല. ഈ ഒരു പ്രിന്റിൽ രണ്ടാമത് ചെയ്തെടുക്കുന്ന ഒരു പ്രിന്റാണ് കേട്ടോ. ഇങ്ങനെ അതിലൂടെ ഒരു യെല്ലോ കളർ ചേർത്തിട്ട് ഇങ്ങനെ ആ ബ്ലോക്കിനനുസരിച്ച് പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ഈ കാണുന്നത്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് അടുത്ത പ്രിന്റ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ ഒരു മീറ്ററിൽ 3 ഷെയ്ഡാണ് മെയിനായിട്ട് വരുന്നത്. ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഡാർക്ക് യെല്ലോ, പിന്നെ ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ ചെയ്തെടുക്കുന്നത് ഈ ഒരു കളർ വെച്ചിട്ടാണ്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ഒരു പ്രിന്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മീറ്റർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. മീറ്ററിന് ഇത് വെറും 145 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. 10 മീറ്റർ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഞാൻ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു മെറ്റീരിയൽ ഫുൾ ഇങ്ങനെ, ഇത് 10 മീറ്ററിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഈ 10 മീറ്ററിൻ്റെ മെറ്റീരിയലിലാണ് ഇങ്ങനെ ഫുള്ള് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കും അതൊരു നഷ്ടമാണ്, അതുപോലെ നിങ്ങൾക്കും അത് വാങ്ങുമ്പോൾ വലിയ ലാഭം ഉണ്ടാവില്ല. ഞാനിത് 145 രൂപ per മീറ്ററിന് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതൊരു 10 മീറ്റർ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 5 മീറ്റർ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ ഞാനിതിന് ഒരു 180 രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഒരുപാട് പ്രോസസ്സിലൂടെ ചെയ്തു വരുന്നതാണ്. ഇത് വെറും ഫസ്റ്റ് പ്രോസസ്സാണ്. ഇതിന് ശേഷം നാളെ വേറെ പ്രോസസ്സ് നടക്കും. അതായത് തിളച്ച വെള്ളത്തിൽ ഇത് മുക്കിയെടുത്ത് ഇത് ഡ്രൈ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. ഈ ഒരു മെറ്റീരിയൽ ഞാൻ കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസിന് വെറും 160 രൂപയ്ക്കാണ്. നിങ്ങളിത് സിംഗിൾ പീസസ്, അതായത് 5 പീസ് 2.5 പീസ് അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് 180 190 അങ്ങനെ വരും. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആവില്ല. അതുപോലെ തന്നെ ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇതിന് ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് മുറിച്ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ ബാക്കി എക്സ്ട്രാ പീസസ് വരും. അതൊരു യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 10 മീറ്ററെങ്കിലും നിങ്ങളോട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചത് എന്താണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൻ്റെ ക്വാളിറ്റി എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും. അപ്പോൾ ഇന്ന് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ ചെയ്തെടുക്കുന്ന നമ്മുടെ മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ നമ്മൾ വിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രോസസ്സ് ഫുള്ളായിട്ടില്ല, ഇതിപ്പോഴും പ്രോസസ്സിങ്ങിലാണ്. നമ്മുടെ ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ നിന്ന് കിട്ടിയ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒറിജിനൽ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ.
നമ്മുടെ ഇരുമ്പും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും ഒക്കെ കൂടി ഇട്ട് വെച്ചിട്ടുള്ള ഈ വെള്ളമാണ് ഇവിടെ കാണുന്നത്. ഇത് പാകമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും കേട്ടോ, കാരണം ഇതിലൊരു പതയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് പ്രിൻറ്റിങ്ങിന് റെഡിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇതെന്താ എൻ്റെ കയ്യിലിരിക്കണം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതാണ് കേട്ടോ നമ്മുടെ ശർക്കര. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്വീറ്റാണല്ലോ ശർക്കര. ഈ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ ഈ ശർക്കര ഇട്ടിട്ട് കുറച്ചധികം ദിവസമായിട്ടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ശർക്കര നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് കുറച്ചധികം ദിവസമായിട്ടുള്ളതാണ് കേട്ടോ. ഈ ലോഹവെള്ളത്തിലാണ് ഇത് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ പതയും അതുപോലെ തന്നെ കളർ ചേഞ്ചസും വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ഇത് മനസ്സിലാവുക ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യാൻ റെഡി ആണെന്ന് നമുക്ക് മനസ്സിലാവുക കേട്ടോ. ഓരോ മെറ്റീരിയലിനും ഓരോ കളർ കൊടുക്കുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ കളേഴ്സ് ആണ്. അതിനുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്ത യെല്ലോ കളറിൽ ഇതിങ്ങനെ നാച്ചുറൽ ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ഓറഞ്ച് കളർ നമ്മൾ കണ്ടു. ഇതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന കളറാണ്. ഇത് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഓറഞ്ച് കളർ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഇവിടെ ഡ്രൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു പ്രിന്റാണ് ലൈറ്റ് ഷെയ്ഡിൽ. ഇതിൻ്റെ ഫൈനലായിട്ട് നമ്മൾ റെഡ് കളറും കൂടി കൊടുത്തിട്ട് ഈ പ്രിന്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര വലിയ പ്രോസസ്സാണെന്ന്, എത്ര കളേഴ്സ് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഫിനിഷിങ് കിട്ടിയെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള മെറ്റീരിയൽ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഇൻഡിഗോയുടെ പാട്ട് ചെയ്യുന്നതിരിക്കുകയാണ്. ഇൻഡിഗോ പ്രിന്റ് വൈറ്റ് പ്രിന്റിൽ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇതിൽ ശരിയാവും. ഈ കളിമണ്ണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ കാണുന്ന പ്രിന്റൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ആദ്യം ആ പ്രിന്റ് മുക്കിയപ്പോൾ അതിൽ കൂടുതൽ മണ്ണായി പോയി. അപ്പോൾ ആ പ്രിന്റിൻ്റെ കറക്റ്റ് ഡിസൈൻ കിട്ടാതെ അത് വർണ്ണിച്ചിരിക്കുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ഉണ്ട് ഓരോന്നിൻ്റെ മുകളിൽ. ഈ മണ്ണൊക്കെ വെച്ച് ചെയ്യുന്നത് നമ്മൾ ഫാനിലിട്ടൊന്നും ചെയ്യില്ല, കാരണം അത് ആ പ്രിന്റ് മോശമാക്കും. അപ്പോൾ കൊടും ചൂടത്തും ഫാനൊന്നും ഇടാണ്ടാണ് ഈ പ്രിൻ്റൊക്കെ ചെയ്തെടുക്കുന്നത്. ഈ മണ്ണ് പിന്നീട് നീല കളറിൽ മുക്കും, നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ ഇത് ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തിട്ട് രാവിലെ ഇതിൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ കാണുന്നത് കളിമണ്ണാണ്. ഈ മണ്ണ് ഇങ്ങനെ കുറേ അധികം നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കും. അപ്പോൾ ഞാനത് കുതിർത്ത് വെച്ച ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. നോർമലായിട്ട് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സാരി നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ അലർജിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഈ കളിമണ്ണ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നോക്കുകയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എത്രയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്ര മിക്സായ പോരാ, കാരണം ഇത് ഫൈനായി മിക്സായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു കളിമണ്ണ്, ഈ ഒരു മെഷീൻ കണ്ടോ നിങ്ങൾ, ഇതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കടഞ്ഞ് ഇത് സെറ്റാക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ സാരിയിൽ ഇൻഡിഗോയിൽ പ്രിൻ്റ് എടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ യെല്ലോ കളർ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ അനാറില്ലേ, അനാറിൻ്റെ തൊലി നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഈ ഉണക്കി വെച്ച അനാറിൻ്റെ തൊലി നല്ല രീതിയിൽ ഫൈനായി പൊടിച്ചെടുക്കും. ഈ കാണുന്നത് നമ്മുടെ പുളിയുടെ കുരു പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ ആ പൊടിച്ചെടുത്തൊരു പൗഡർ നിങ്ങൾക്ക് കാണിച്ചത്. അത്രയും ഫൈനായിട്ട് നമ്മുടെ ടാൽക്കം പൗഡർ പോലെ അത്രയും സ്മൂത്തായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുക. പിറ്റത്തെ ദിവസം എന്താ, നിങ്ങളിപ്പോൾ ഈ ഇൻഡിഗോൻ്റെയും അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതൊക്കെ കണ്ടു. പിറ്റത്തെ ദിവസം ഇത്ര വലിയൊരു അടുപ്പിൽ ഈ ഒരു പാത്രം അറ്റാച്ച്ഡാണ്, ആ ഉരുളി പോലത്തെ. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. ആ വെള്ളം നമ്മൾ കോരി ഒഴിക്കണം യൂസ് കഴിഞ്ഞാൽ. ഇത്ര ചൂട് വെള്ളത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ഈ ഇത്ര അധികം വെള്ളം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നന്നായി വെട്ടിത്തിളയ്ക്കും. ആ സമയത്ത് നമ്മൾ ചെയ്ത പ്രിൻസിൻ്റെ ആ സാരി, അതായത് ഇൻഡിഗോ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ, അത് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടി ചെയ്യേണ്ട പ്രോസസ്സാണ്. കൊടും ചൂടാണെങ്കിലും ഇവരിതിൽ തന്നെയാണ് ചെയ്തെടുക്കുക. അത്രയും വേർപ്പൊഴുക്കി ഹാർഡ് വർക്കോട് കൂടിയിട്ടുള്ളൊരു പണിയാണ്. ഒരു സാരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഭയങ്കര കൂടുതലാണല്ലോ എന്നൊക്കെ പറയും. ഈ കാണുന്നതാണ് ഇൻഡിഗോൻ്റെ പൗഡർ. ഒരു ഇൻഡിഗോ മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അതിൻ്റെ കായ ഉണക്കി പൊടിച്ചതെന്നാണ് പറഞ്ഞത്. അത് ഉണക്കി പൊടി അത് ഈ ഒരു പരുവാക്കും. എന്നിട്ടത് നമ്മൾക്ക് ഇൻഡിഗോ കളറിൽ മുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രിൻ്റൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ മുക്കും. അപ്പോൾ ഇതൊരു പ്രോപ്പർ ഇൻഡിഗോ കളറായിട്ട് മാറും. അങ്ങനെ അതിൽ മുക്കിയിട്ട് ഡയറക്റ്റായിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻഡിഗോ ഫസ്റ്റ് ഫ്യൂ വാഷസിൽ കളർ പോണത്. നിങ്ങളത് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട, ആ കളർ ഒരിക്കലും ടള്ളാവില്ല. അത്രയും പ്യുവറായിട്ട് നാച്ചുറൽ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡിഗോ സാരി മേക്കിങ്. ഇത്ര ഒരുപാട് പ്രോസസ്സിങ്ങിലാണ് ഓരോ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. താങ്ക് യു.